ഓം ശാന്തി. ഏറ്റവും നല്ല രീതിയിലുള്ളതായിട്ടുള്ള ബിസിനസ് ഏതാണ്? നിങ്ങൾ അല്പാൽപമായി കിട്ടിയാൽ പോലും നിരന്തരമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വരുമാനം നിങ്ങൾക്ക് നേടാമെങ്കിൽ അതാണ് ഏറ്റവും നല്ലതായിരിക്കുന്ന ഇൻകം എന്ന് പറയുന്നത്. എന്നൊരു കൊച്ചു ഉദാഹരണം നിങ്ങൾക്കതിനു വേണ്ടി ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ എല്ലാ പ്രജകൾക്കും ദാനം കൊടുക്കുന്നൊരു സംസ്കാരം ഉണ്ടായിരുന്നു. ഇഷ്ടമുള്ളവർക്ക് സ്വർണ്ണ നാണയം വേണോ വെള്ളി നാണയം വേണോ എടുക്കാമായിരുന്നു. എന്നാൽ ആ രാജ്യത്തെ പണ്ഡിതൻ്റെതായിട്ടൊരു പുത്രൻ എല്ലാ ദിവസവും രാജാവിൻ്റെ ദാനം സ്വീകരിക്കാൻ വരെയും വെള്ളി നാണയം സ്വീകരിച്ച് സ്വർണ്ണ നാണയവും വെള്ളി നാണയവും വെച്ചിട്ടുണ്ടാകും. അതിൽ നിന്ന് വെള്ളി നാണയം എടുത്ത് അവൻ പോവുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ കുറച്ച് നാളുകൾ അവൻ സ്ഥിരമായി വെള്ളി നാണയം എടുത്തുകൊണ്ട് പോയിരുന്നു. ഒരു ദിവസം പണ്ഡിതന് രാജസദസ്സിൽ തൻ്റെ പാണ്ഡിത്യത്തിന് പ്രഭാവം കാണിക്കുന്നതായിട്ടുള്ള ഒരു പരിപാടിക്ക് ഇൻവൈറ്റ് ചെയ്തു. വളരെ നല്ല രീതിയിൽ, ഏറ്റവും നല്ല രീതിയിൽ ആ പണ്ഡിതൻ തൻ്റെ പ്രാഗൽഭ്യത്തെ തെളിയിക്കുകയും ചെയ്തു. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ രാജാവ് പണ്ഡിതനെ കളിയാക്കി പറയുകയാണ്, അങ്ങേക്ക് ഇത്രയൊക്കെ ബുദ്ധി ഉണ്ടായിട്ട് അങ്ങയുടെ മകനെ ഒരു മന്ദബുദ്ധിയാക്കിയാണല്ലോ അങ്ങ് വളർത്തിയത്. അപ്പോൾ വല്ലാണ്ട് വിഷമിക്കും പണ്ഡിതൻ. ചോദിക്കും, എന്താ അങ്ങനെ പറഞ്ഞത്? അങ്ങയുടെ മകന് വെള്ളിയാണോ സ്വർണ്ണമാണോ കൂടുതൽ മൂല്യമുള്ളതെന്ന് പോലും അറിയില്ലല്ലോ എന്ന്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നറിയാതെ വിഷമിച്ച് ആ പണ്ഡിതൻ തിരിച്ചു വരികയാണ്. വന്നിട്ട് മോനോട് ചോദിക്കും, മോനെ സ്വർണ്ണത്തിനാണോ വെള്ളിക്കാണോ മൂല്യം കൂടുതൽ? അപ്പോൾ പറയാം, അച്ഛാ സ്വർണ്ണത്തിനാണ് മൂല്യം കൂടുതൽ. അപ്പോൾ ഈ പണ്ഡിതന് മനസ്സിലായി എൻ്റെ മകൻ അറിയാം സ്വർണ്ണത്തിനാണ് മൂല്യം കൂടുതൽ എന്ന്. അപ്പോൾ മകൻ ചോദിക്കും, എന്തുകൊണ്ടായി ഇന്ന് അച്ഛൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്? അപ്പോൾ ഇന്ന് സദസ്സിൽ വെച്ച് ഇങ്ങനെയൊക്കെ കാര്യം ഉണ്ടായെന്നൊക്കെ മകൻ്റെ അടുത്ത് ഈ പണ്ഡിതൻ പറയും. അപ്പോൾ മകൻ പറയും, തീർച്ചയായിട്ടും ഞാൻ വെള്ളി നാണയങ്ങളാണ് എന്നും എടുക്കുന്നുണ്ടായിരുന്നത്. ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവനൊരു ബാഗ് തുറന്ന് കാണിക്കുകയാണ്. ആ ബാഗ് നിറഞ്ഞു കഴിഞ്ഞു ആ വെള്ളി നാണയങ്ങൾ കൊണ്ട്. അപ്പോൾ ഈ പണ്ഡിതൻ ചോദിക്കുക, എന്തുകൊണ്ട് നീ വെള്ളി നാണയം എടുത്തു? പറയും, അച്ഛാ സ്വർണ്ണ നാണയത്തിൻ്റെ പിന്നെ ഒരു കണ്ടീഷൻ ഉണ്ട്. സ്വർണ്ണ നാണയം എടുക്കുകയാണെങ്കിൽ ഒരു ദിവസമേ കിട്ടുള്ളൂ, വെള്ളി നാണയം എടുക്കുകയാണെങ്കിൽ എന്നും കിട്ടുമായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ദിവസം എടുക്കുന്ന ഒരൊറ്റ സ്വർണ്ണ നാണയത്തേക്കാൾ എന്നും കിട്ടുന്ന വെള്ളി നാണയത്തിനായിരിക്കും മൂല്യം കൂടുതൽ. അച്ഛൊന്ന് എണ്ണി നോക്കാൻ പറയുകയാണ്. അപ്പോൾ ഒരു സ്വർണ്ണ നാണയത്തിൻ്റെ എത്രയോ മടങ്ങ് മൂല്യത്തിലേക്ക് ആ വെള്ളി നാണയങ്ങൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ പണ്ഡിതൻ പറയും, എന്തായാലും നീ ഇത് സദസ്സിൽ വന്ന് തന്നെ എല്ലാവരെയും കേൾപ്പിക്കണം എന്ന് കൊണ്ടുപോവുകയാണ്. അവൻ സദസ്സിൽ ഈ കാര്യം പറഞ്ഞപ്പോൾ രാജാവ് പറയുകയാണ്, ഇനി എൻ്റെ അടുത്ത ഖജനാവ് സൂക്ഷിപ്പുകാരൻ അഥവാ ട്രഷററായിട്ട് നീ തന്നെ മതി ധനകാര്യങ്ങൾ നോക്കുന്നവൻ എന്ന്. റിയലി ഒരു രാജ്യത്തിൻ്റെ അസറ്റാവുന്നത്, ഒരു ബിസിനസ്സിൻ്റെ അസറ്റാവുന്നത് ഇത്തരം ചിന്താഗതികളാണ്. നമ്മൾ ലോകത്തൊന്ന് കണ്ണോടിച്ച് നോക്കി നോക്കിയേ, വലിയ വലിയ കമ്പനികൾ, റിലയൻസ്, പല TV കമ്പനികൾ, ഫോൺ കമ്പനികൾ കോടികളുടെ ഡെപ്പോസിറ്റ് ഉണ്ടാക്കി അവരുടേതായിട്ടുള്ള നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്തിട്ട് എല്ലാ ആളുകളിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ എമൗണ്ട്, ഒരു 399 199 ചെറിയ ചെറിയ എമൗണ്ട്, 3 മാസത്തേക്ക് ആ ഒരു ചെറിയ എമൗണ്ടിൽ നമുക്കൊരു ഫോൺ കിട്ടുമ്പോൾ ഇൻ്റർനെറ്റ് എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങി. അതിന് മുന്നേ നമ്മൾ ഇൻ്റർനെറ്റ് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല. അതേസമയം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ അനുഭവത്തിൻ്റെ ആധാരത്തിൽ പറയുകയാണ്, ഇത് ഒരു കമ്പനിക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പറയുന്നതാണെന്ന് വിചാരിക്കരുത്. അനുഭവത്തിനകത്ത് നിങ്ങൾ നോക്കി നോക്കിയാൽ നാട്ടും പുറത്ത് മുത്തശ്ശിമാർ പോലും ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയത് ജിയോ ഫ്രീ ആയിട്ട് ഇൻ്റർനെറ്റ് കൊടുത്തതായിട്ടുള്ള കാലം തൊട്ടാണ്. ആദ്യത്തിൽ എല്ലാവരും ഫ്രീ ഉപയോഗിച്ചു, പിന്നെ ചെറിയ ചെറിയ എമൗണ്ടിന് എല്ലാവരും റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ചെറിയ എമൗണ്ടുകൾ ചേർന്ന് ഡെപ്പോസിറ്റ് ചെയ്തതിനേക്കാൾ കോടികൾ വരുമാനം അവർക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ദ റിയൽ വേ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇത് തന്നെയാണ്. യഥാർത്ഥമായിട്ടുള്ള വരുമാന മാർഗവും അത് തന്നെയാണ്. ഓരോ ചിപ്സിനെ കുറിച്ച് ഞാൻ ആ പേര് പറയുന്നില്ല, ഒരു ചിപ്സ് കമ്പനിയെക്കുറിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. ആ ചിപ്സ് കമ്പനി ലേസിനെയും കുർക്കുറേനെയും ഒക്കെ വെട്ടിച്ചുകൊണ്ട് മുന്നോട്ട് വന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ മറ്റൊന്നും ആയിരുന്നില്ല. 50 പൈസയുടെ ഒരു ചെറിയ ടോയ് ആ ചിപ്സിൻ്റെ കൂടെ ഇട്ട് വെച്ചു. ആ ടോയ് കിട്ടാൻ വേണ്ടി കുട്ടികൾ ചിപ്സ് വാങ്ങിയിട്ട് തിന്നില്ലെങ്കിൽ പോലും അത് വാങ്ങാൻ വാശി പിടിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കോടികളുടെ ടേൺ ഓവറിലേക്ക് മാറ്റുന്നത്. ചെറുതിൽ നിന്ന് വിസ്താരത്തിലേക്ക് മാറുന്നത് എപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ്. ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ പവർഫുൾ ആവുന്നതും അത് വീക്കാവുന്നതും ദ സെയിം വേ തന്നെയാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല ഇൻകം, ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് നിരവധി സ്ഥലങ്ങളിൽ നിന്ന് വരെയും ചെറുതായിട്ട് ഒഴുകി വന്നുകൊണ്ട് ആ നദികളെല്ലാം ചേർന്ന് വലിയൊരു സാഗരവുമാവുമ്പോഴാണ്. അതുകൊണ്ട് ഈ ബുദ്ധി ഉപയോഗിച്ചാൽ എൻ്റെ കയ്യിലുള്ള 10 രൂപ കൊണ്ട് വേണമെങ്കിലും നമുക്കൊരു ബിസിനസ് തുടങ്ങാം. നാളെ 10,000 കോടി ടേൺ ഓവറുള്ള ഒരു ബിസിനസ്സാക്കി നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. നിങ്ങൾക്ക് അങ്ങനെ സാധിക്കട്ടെ എന്ന് ഇന്ന് ഞാനിത് പറഞ്ഞുതരാൻ കാരണം എൻ്റെ കയ്യിൽ പൈസയില്ല ഇതൊന്നും ചെയ്യാൻ എന്ന് പലരും എന്നോട് പറഞ്ഞതിൻ്റെ ആധാരത്തിലാണ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ആ
ചെറിയ എമൗണ്ടിൽ നിന്ന് ചെറുത് കൊടുത്ത് കുറേ ചെറുത് വരാനുള്ളതായിട്ടുള്ള കാര്യം ഉണ്ടാക്കൂ. എങ്കിൽ തീർച്ചയായിട്ടും വലിയ ടേൺ ഓവറിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.